إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഖുർആൻ അതിന്റെ 20-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. വമാ അർസൽനാ ഖബ്ലക നബിയെ താങ്കൾക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല മിനൽ മുർസലീന മുർസലീങ്ങളിൽ നിന്നും ദൂതന്മാരിൽ നിന്നും നാം അയച്ചിട്ടില്ല ഇല്ല അല്ലാതെ ഇന്നഹും നിശ്ചയമായും അവർ ലയഅകുലൂന ത്വആമ ഭക്ഷണം ഭക്ഷിക്കുന്നവരായിട്ടല്ലാതെ വയംശൂന ഫിൽ അസ്വാഖ് അങ്ങാടിയിൽ കൂടി നടക്കുന്നവരായിട്ടല്ലാതെ അല്ലെങ്കിൽ അങ്ങാടിയിൽ കൂടി സഞ്ചരിക്കുന്നവരായിട്ടും ഭക്ഷണം കഴിക്കുന്നവരുമായിട്ടല്ലാതെ ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയാൻ കാരണം? മുൻ ആയത്തുകളിൽ അവർ ചോദിച്ചു, മാലിഹാദ റസൂൽ, എന്താണ് ഈ റസൂലിന് സംഭവിച്ചത്? യഅകുലു ത്വആമ വയംശീ ഫിൽ അസ്വാഖ് ഭക്ഷണം കഴിക്കുന്നു, നമ്മെപ്പോലെ ഭക്ഷണം കഴിക്കുകയും അങ്ങാടിയിൽ കൂടി നടക്കുകയും ചെയ്യുന്ന ആൾ എങ്ങനെയാണ് ഒരു റസൂലായി വരിക? അതൊരു വലിയ മാനുഷിക ശക്തിയാവണ്ടേ, വലിയൊരു തരത്തിൽ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന ആളാകണ്ടേ എന്നാണ് അവർ ചോദിച്ചത്. അതിനുള്ള മറുപടിയാണ് അല്ലാഹു നൽകുന്നത്. എല്ലാ റസൂലുമാരും അവരൊക്കെയും ഭക്ഷണം കഴിച്ചവരായിരുന്നു, മലക്കുകളെ പോലെയുള്ളവരായിരുന്നില്ല, അതുപോലെ അങ്ങാടിയിൽ കൂടി നടന്നവരായിരുന്നു എന്നാണ്. അവരൊക്കെയും അങ്ങനെയുള്ള മനുഷ്യരായിരുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിനുശേഷം അല്ലാഹു പറയുകയാണ്, വജഅൽനാ നാം ആക്കി ബഅലക്കും നിങ്ങളിൽ ചിലരെ നാം ആക്കി ലിബഅദിൻ ചിലർക്ക് ഫിത്നത്തൻ പരീക്ഷണമാക്കി എന്നാണ്. നിങ്ങളിൽ ചിലരെ ചിലർക്ക് പരീക്ഷണമാക്കി എന്നുള്ള പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അതസ്ബിറൂന നിങ്ങൾ ക്ഷമിക്കുന്നു, സഹനം പാലിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അതൊക്കെയും ചെയ്തത്. ഈ രൂപത്തിൽ റസൂലുമാരുടെ കാര്യത്തിലായാലും മുഅ്മിനീങ്ങളുടെ കാര്യത്തിലായിരുന്നാലും പരസ്പരം മനുഷ്യരുടെ കാര്യത്തിലായിരുന്നാലും വലിയ വലിയ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതൊക്കെയും എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ വ്യക്തമായും സുവ്യക്തമായും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്നുണ്ടോ, അല്ലാഹ് പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ടോ, സത്യവിശ്വാസം ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടിയാണ്. വകാന റബ്ബുക നിന്റെ റബ്ബ് ആയി നബിയെ ബസീറൻ എല്ലാം കാണുന്നവൻ എല്ലാം ദർശിക്കുന്നവനാകുന്നു അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്. അഖ്റദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ